അനുഭവിക്കാൻ തുടങ്ങുന്നത്. ബുക്ക് അപ്പുറം തുറക്കണം. അവിടെ നല്ല കാറ്റുണ്ടല്ലേ? ആ, ഇവിടെ കാറ്റുണ്ട്. ഇവിടെ ഇന്ന് വെയിലും ഇല്ല, ഇടയ്ക്കൊന്ന് മഴ പൊടിഞ്ഞായിരുന്നു. ഒരു ശാന്തതയായിട്ടിരിക്കുന്നത് കാണിച്ചു തരാം. ഞങ്ങളുടെ ബെസ്റ്റ് കണ്ടോ കണ്ടോ? ചാർജ് ഇല്ല ചേച്ചി. ഓക്കെ ഓക്കെ ഓക്കെ. ചാർജ് ഒക്കെ ചെയ്തിട്ട് നൈറ്റ് ലൈവില് വരണം. നെക്സ്റ്റ് ഗോഡ് താങ്ക് യു. ലൈക്ക് 20ാമത്തത്. ഓക്കേടാ. ഫുഡൊക്കെ കഴിച്ചോ നീ? നെക്സ്റ്റ് ഗോഡിന്റെ അടുത്താണേ. ഏതെങ്കിലും റിച്ചായ ഗേളിനെ മാരേജ് ചെയ്യും ടിസ്റ്റ് എപ്പടിയൊക്കെ? ആ, നിനക്ക് ഇപ്പോഴേ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഉള്ള ഗേൾസിനെല്ലാം എല്ലാവരും ഞാൻ പറയത്തില്ല, കാരണം എല്ലാവർക്കും ബുദ്ധി കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ളവർക്കാണ് ഓരോരോരോരോ പലർക്കും ലൈഫ് എന്തോന്ന് അറിയാൻ വയ്യാതെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് ഗോഡ് ഫുഡ് കഴിച്ചോ? ഞാൻ പോവട്ടെ ചേച്ചി. പോയിട്ട് വാ. ചാർജ് ഒക്കെ ചെയ്തിട്ട് നൈറ്റ് ലൈവിലോട്ട് കയറണേ. നല്ല ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അതെല്ലാം ഇവിടുത്തെ ചേട്ടന്റെ അമ്മയുടെ കലാവിരുതുകൾ. ഐ മീൻ അമ്മ നട്ട് വളർത്തിയിട്ടുള്ള ചെടികളാണ് ഇതെല്ലാം. അവൻ എന്തെങ്കിലും പറയട്ടെ ചേച്ചി, മൈൻഡ് ആക്കണ്ട. ആര്? വൈത്രിയാണോ? വൈത്രീനെയൊക്കെ നമ്മളെ ചാരുമ്മ ടൈം ഔട്ട് കൊടുത്തിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത്. ദാറ്റ്സ് മൈ കപ്പിൾ ഗോൾ. കഴിച്ചു. മെയിൻ അണ്ണൻ എവിടെ? മെയിൻ അണ്ണൻ ജോബിന് പോയിരിക്കുകയാണ്. മേ ബി ഓൺ ദ വേ ആണ്. നേരത്തെ ഞാൻ ലൈവ് തുടങ്ങുന്നതിന് ഫുഡ് കഴിച്ചോന്നറിയാൻ ഞാൻ വിളിച്ചില്ല, മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം പറഞ്ഞു ഓഫീസിൽ എത്തിയിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്താനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? മെയിൻ അണ്ണൻ ഇവിടെ ഇല്ല. എന്തായാലും നല്ല രസമുണ്ട്. താങ്ക് യു അസ്ന. ഗ്രോ റിച്ച് ടുഗദർ. ഓക്കെ. എന്താ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കാണാൻ എല്ലാരും മെയിൻ എണ്ണയാണ് തിരക്കുന്നത്. മെയിൻ എണ്ണൻ ജോലിക്ക് പോയിരിക്കുകയാണ്. നിശാന്തണ്ണൻ ഇന്നലെ ലീവ് ആയതുകൊണ്ട് അവരുടെ മുതലാളി നല്ല പണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിശാന്തണ്ണൻ തിരക്കാണ്. നിങ്ങളെ ഒന്ന് ഫേസ് കാണിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് പാവം അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ കനോട്ട് ഡിസൈഡഡ് മൈ ഫ്യൂച്ചർ. അതെനിക്കിപ്പോ തോന്നും, മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും. റേഷൻ കാർഡ് ഈസ് ഇമ്പോർട്ടന്റ്. അതെന്തായാലും കൊള്ളാടാ. എല്ലാരും അങ്ങനെ പറയുമെങ്കിലും ആ ഒരു തോട്ടാരും അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആരും ചോദിക്കുന്നത് അത് കൊള്ളാം. ഡോക്ടർ വിത്ത് ക്യാൻസർ റിപ്പോർട്ട്. അമ്മയ്ക്കൊക്കെ സുഖമാണോ? ആ, അമ്മ ഇവിടെ താഴെ ഉണ്ട്. നമ്മൾ പോകെ ഏതെങ്കിലും ലൈവിലൊക്കെ കാണിക്കാം. ലൈവിലല്ല, ഏതെങ്കിലും വ്ലോഗിലോ കാണിക്കാം. അതാണ്, അങ്ങനൊന്നും പറയാതെ. കാരണം അസുഖങ്ങൾ എപ്പോൾ ആർക്ക് വരാമെന്ന് നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ദരിദ്രനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ആരോഗ്യം ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരെയും കാണിക്കാം, എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കാണിക്കാം. നമ്മളെ ചാനൽ കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് പോയി കുറച്ചും കൂടെ ഗ്രോ ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യും. ഷജിൻ ഹായ്. അതെ ഹെൽത്ത് ഈസ് വെൽത്ത്. ലൈക്കും കൂടി ചെയ്യണേ. ഇപ്പൊ വന്നവരെല്ലാം ലൈക്കും കൂടി ചെയ്യണേ ഗായ്സ്. ഇന്ന് മീശ സൈലന്റ് ആണ്. മീശയ്ക്ക് ഇന്നലത്തെ ഉറക്കത്തിന്റെ പ്രശ്നം, പോരാത്തതിന് അവിടെ വന്നപ്പോ 8ന്റെ പണി. എന്ത് ചെയ്യാനാണ്. ശ്രീജ രൂപേഷ് ഹായ്. ന്യൂ ആളാണോ? പുതിയ ആളാണോ? എവിടെ സ്ഥലം? എവിടെയാ? ഇപ്പൊ വന്നവരൊക്കെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഗായ്സ്. എനിക്ക് ന്യൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.